ഇതിൽ ഒരുപാട് സിനിമകളുണ്ട്, പല പല വില്ലൻ വേഷവും സഹനടൻ വേഷങ്ങളൊക്കെ ഉണ്ട്. ഇതിലൊന്ന് എനിക്കിഷ്ടപ്പെട്ട ഒരു സിനിമയാണ് വിറ്റ്നസ്. അത് വിജി തമ്പി സംവിധാനം ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അതിൽ ജയറാമും ജഗതി ശ്രീകുമാറാണ് ത്രൂ ഔട്ട് റോളുള്ളത്. പാർവതി അഭിനയിച്ചൊരു സിനിമ. ശരിക്കും അതൊക്കെ ജയറാമിന് മൂന്നാം ഭാഗമൊക്കെ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കമ്മിറ്റ് ചെയ്ത സിനിമകളാണ്. മൂന്നാം ഭാഗത്തിന്റെ ഡബ്ബിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിജി തമ്പി ഈ ഒരു സിനിമയൊക്കെ പോയി സംസാരിക്കുന്നതൊക്കെ. എന്നാൽ അതിൽ സുരേഷ് ഗോപി ഒരു നെഗറ്റീവ് റോളാണ്. നമുക്കറിയാം, ആ ഒരു ക്യാമ്പസിലെ ഒരു അലമ്പൻ ആയിട്ട് അതൊക്കെ നമുക്ക് ഇന്ന് കാണുമ്പോഴൊക്കെ സുരേഷ് ഗോപിയൊക്കെ അതൊക്കെ അന്നത്തെ ഒരു സുരേഷ് ഗോപി ഒരു വേറൊരു പാറ്റേൺ. അങ്ങനെ സുരേഷ് ഗോപി വളരെ സുന്ദരനായിട്ടുള്ള, കലു ഡെന്നീസ് എന്ന് പറഞ്ഞ എഴുത്തുകാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സുരേഷ് ഗോപി ഭയങ്കര സുന്ദരനായിട്ടുള്ള ഒരു നായകനാവാൻ ലുക്കുള്ള ഒരാളൊക്കെ ആദ്യം വില്ലൻ വേഷമൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഇവർക്കും തോന്നിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഒരു നായക വേഷം കൊടുക്കണമല്ലോ എന്നറിയാം. പക്ഷെ സുരേഷ് ഗോപി ആ വില്ലൻ വേഷം നല്ല രസമായിട്ട് തന്നെയാണ് ചെയ്തത്. നമ്മൾ ഇന്ന് കാണുമ്പോഴും നല്ല രസമാണ് അതൊക്കെ. അത്തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ തന്നെയാണ്, സിനിമയും സുരേഷ് ഗോപിയും ശ്രദ്ധിക്കപ്പെട്ട സിനിമ തന്നെയായിരുന്നു വിറ്റ്നസ്. അടുത്തത് 1921 എന്ന സിനിമ. ആ സിനിമയിൽ മമ്മൂട്ടി, പിന്നെ കുറെ പേരുണ്ട് അതിൽ. എനിക്ക് മോഹൻലാൽ ഒഴിച്ച് അന്നത്തെ ഐ വി ശശിയുടെ പ്രമുഖ താരങ്ങൾ എല്ലാവരും ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ സുരേഷ് ഗോപി നല്ല ശക്തമായിട്ടുള്ള ഒരു റോള് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നന്നായി സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട്. ആ സമയത്തുള്ള മൾട്ടി സ്റ്റാർ പടങ്ങളിൽ പെട്ട അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ട ഒരു പടമായിരുന്നു. പക്ഷെ ഭയങ്കര ബഡ്ജറ്റിൽ ആ സിനിമ എന്ന് ചെയ്തതുകൊണ്ട് ഏകദേശം 1 കോടി 1.25 കോടിയുടെ അടുത്തായിരുന്നു അതിന്റെ ബഡ്ജറ്റ്. അതൊരു ഓണം സീസണിലാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ആ സിനിമയ്ക്ക് ഇങ്ങനെ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസിലേക്ക് ഇടം നേടാൻ സാധിച്ചില്ല. കാരണം അതിന്റെ ഒപ്പം ഇറങ്ങിയ വൈശാലിയും ആര്യനും ആയിരുന്നു കളക്ഷനും ഉണ്ടായിരുന്നത്. ലാഭവും കിട്ടിയത് ആ 2 സിനിമകളൊക്കെ ആയിരുന്നു. പക്ഷെ 1921 നല്ല സിനിമയാണ്, കളക്ട് ചെയ്തു. പക്ഷെ ലാഭം കുറഞ്ഞുപോയി. അതിന്റെ കാരണം ബിഗ് ബഡ്ജറ്റ് ആയതുകൊണ്ട്. പിന്നെ അടുത്തത് എന്റെ വളരെ ഫേവറേറ്റ് സിനിമ മനു അങ്കിൾ. ഡെന്നിസ് ജോസഫ് ഡയറക്ട് ചെയ്ത സിനിമ. എല്ലാ സൂപ്പർ താരങ്ങളും, ഇന്നത്തെ എല്ലാ താരങ്ങളും അതിൽ അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഇന്ന് സൂപ്പർ താരങ്ങൾ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപിയും ഒരുമിച്ച് അഭിനയിച്ച സിനിമ. അതിൽ സുരേഷ് ഗോപിയുടെ കഥാപാത്രം മിന്നൽ പ്രതാപ്. അത് നിങ്ങൾ പലർക്കും അറിയുന്നുണ്ടാവും. ജഗതി ശ്രീകുമാർ ചെയ്യാനിരുന്ന വേഷമായിരുന്നു. അന്ന് ജഗതി ശ്രീകുമാറിന് ആ ഷൂട്ട് നടക്കുന്ന ദിവസം എത്താൻ പറ്റാത്തത് കൊണ്ട് അന്ന് വെറുതെ അവിടെ ലൊക്കേഷനിൽ ഇവരെയൊക്കെ കാണാൻ വേണ്ടി വന്ന സുരേഷ് ഗോപി അഭിനയിപ്പിച്ചതാണ്. അങ്ങനെ സുരേഷ് ഗോപി അതിഗംഭീരമായിട്ട് ചെയ്തു. സുരേഷ് ഗോപിയുടെ നല്ല ഒരു ഹ്യൂമർ ക്യാരക്ടർ തന്നെയായിരുന്നു മിന്നൽ പ്രതാപ്. അടുത്തതും ഒരു മോഹൻലാൽ സിനിമയാണ്. മോഹൻലാൽ, അലി ഇമ്രാൻ, മൂന്നാം മുറ, കെ മധുവിന്റെ സിനിമ. നല്ല ഗംഭീരമായിട്ടുള്ള സിനിമയാണ്. അതിൽ സുരേഷ് ഗോപി നല്ലൊരു വേഷം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഭയങ്കര, നമുക്ക് ആ സിനിമ കാണുമ്പോൾ സുരേഷ് ഗോപി വളരെ ഒരു ഇഷ്ടം തോന്നും. അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് സുരേഷ് ഗോപി ആ മൂന്നാം മുറയിൽ ചെയ്തിരിക്കുന്നത്. സുരേഷ് ഗോപിയുടെ തൊൽക്കാലത്ത് കിട്ടിയ, തുറക്കാലം എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിലും നമ്മുടെ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സിൽ നല്ലൊരു ക്യാരക്ടർ തന്നെയായിരുന്നു മൂന്നാം മുറ. സിനിമയും ഭയങ്കര അത്യാവശ്യം നല്ല ഹിറ്റായിട്ടുള്ള ഒരു സിനിമ തന്നെ. ഇന്നാണ് എനിക്ക് തോന്നുന്നത് ആ സിനിമ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അന്നത്തെക്കാട്ടും കൂടുതൽ ഇന്നാണ്. പിന്നെ ആ സിനിമയെ കുറിച്ചൊക്കെ ഇപ്പൊ പല ചർച്ചകളൊക്കെ വരുന്നുണ്ടല്ലോ. അന്ന് ആ ഒരു സിനിമ, മോഹൻലാലിന്റെ അമ്മ ആ സിനിമ കണ്ടിരുന്നു, മോഹൻലാലിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ അന്ന് സെൻസർ ബോർഡ് പല പ്രശ്നങ്ങളെ കുറിച്ച് ആ ഒരു സിനിമ, 2 ക്ലൈമാക്സ് ഉണ്ടല്ലോ ഒരു സിനിമയ്ക്കൊക്കെ. നമ്മൾ 2 ക്ലൈമാക്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. എനിക്ക് തിയേറ്ററിൽ അന്ന് ഏതായിരുന്നു അറിയില്ല. എന്തായാലും ടിവിയിലും കാസറ്റിലും യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ 2 ക്ലൈമാക്സ് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു സിനിമ തന്നെയായിരുന്നു. സുരേഷ് ഗോപിയുടെ നല്ലൊരു വേഷം തന്നെയായിരുന്നു മൂന്നാം മുറ. അടുത്ത സിനിമ കമൽ ഡയറക്ട് ചെയ്ത സിനിമയാണ്. കലു ഡെന്നീസും ജോൺ പോളും കൂടി എഴുതിയ കാക്കനാടന്റെ കഥയാണ്. ഉണ്ണികൃഷ്ണന്റെ ആദ്യത്തെ ക്രിസ്മസ്. അതിൽ ജയറാമും സുരേഷ് ഗോപിയും സുമലതയും സുകുമാരൻ, ലിസി, കവിയൂർ പൊന്നമ്മ, നെടുമുടി വേണു, വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. അത് ഈ പറഞ്ഞ ജയറാം മൂന്നാം പക്കമൊക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ അപരം കഴിഞ്ഞ് മൂന്നാം പക്കമൊക്കെ കഴിഞ്ഞ് ജയറാം കമ്മിറ്റ് ചെയ്ത തുടക്കാലത്തെ സിനിമകളിൽ ഒരു സിനിമ തന്നെയായിരുന്നു. ഞാൻ ഈ സിനിമ ശരിക്കും കണ്ട ഒരു ഓർമ്മയില്ല. പണ്ടെപ്പോഴോ കണ്ടിട്ടുള്ളത്. എനിക്ക് പലപ്പോഴും കാണണം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഇതുവരെ കണ്ടിട്ടില്ല. സിനിമ അന്ന് വിജയമല്ലായിരുന്നു. ഒരു പരാജയപ്പെട്ടു പോയ ഒരു സിനിമ, ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സിനിമയായിരുന്നു അത്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കമൽ ജയറാം ടീം ഒരുപാട് ഹിറ്റുകൾ കൊടുത്തു. എന്തായാലും കമലിന്റെ അധികം സിനിമകളിൽ സുരേഷ് ഗോപി അഭിനയിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണന്റെ ആദ്യത്തെ ക്രിസ്മസും തൂവൽ സ്പർശവും അങ്ങനെ കുറച്ച് സിനിമകൾ മാത്രം, വിരലിലെണ്ണാവുന്ന സിനിമകൾ മാത്രമേ സുരേഷ് ഗോപി കമലിന്റെ അഭിനയിച്ചിട്ടുള്ളൂ. എന്തായാലും ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുക. സുരേഷ് ഗോപിയുടെ പെർഫോമൻസിനെ കുറിച്ചും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരിക. പിന്നെ അടുത്ത ഒരു സിനിമ എന്ന് പറയുന്നത് ശംഖുനാഥം. അത് സുരേഷ് ബാബു മമ്മൂട്ടി ടീമിന്റെ, പാപ്പനംകോട് ലക്ഷ്മണൻ എഴുതിയ ഒരു സിനിമയാണ്. അതിൽ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. മമ്മൂട്ടി, രതീഷ്, നെടുമുടി വേണു, നളിനി, KP ഉമ്മർ, മാള അരവിന്ദൻ, അങ്ങനെ വലിയ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. പക്ഷെ ആ സിനിമ അന്ന് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സിനിമ തന്നെയായിരുന്നു. ഇതിന് ശേഷമാണ് TS സുരേഷ് ബാബുവിനൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ല, അദ്ദേഹത്തിന് നല്ലൊരു ഹിറ്റ് കൊടുക്കണമെന്നുണ്ട് മമ്മൂട്ടി തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടാണ് കോട്ടയം കുഞ്ഞച്ചനൊക്കെ കൊടുക്കുന്നത്. എന്തായാലും ആ ഒരു തുടക്കകാലത്ത് സുരേഷ് ഗോപി ഈ ഒരു ടീമിൽ പെട്ടല്ലോ. ഞാൻ പറഞ്ഞപ്പോൾ മമ്മൂട്ടിയുടെ സിനിമകൾ, TS സുരേഷ് ബാബുയുടെ സംവിധാനം ചെയ്ത സിനിമ, ഐ വി ശശിയുടെ സിനിമ, ഇതൊക്കെ അന്നത്തെ ഒരു യുവതാരത്തിന് കിട്ടുന്ന ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ നടൻ തന്നെയായിരുന്നു സുരേഷ് ഗോപി. അടുത്ത സിനിമ, ഈ ഒരു സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ സിനിമ വലിയ ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിട്ടല്ല, പ്രേം നസീർ അഭിനയിച്ച അവസാനത്തെ സിനിമ ധ്വനി.
അതിൽ ശരിക്കും ജയറാമും ശോഭനയുമാണ് എൻ്റെ ഒരു പ്രധാന കഥാപാത്രം. പിന്നെ പ്രേം നസീറും പിന്നെ സുരേഷ് ഗോപി നല്ല ഒരു വേഷം തന്നെ അത് ചെയ്തിട്ടുണ്ട്. ജയഭാരതി ഉണ്ട്, തിലകനുണ്ട്, കരമനയുണ്ട്, നെടുമുടി വേണുണ്ട്. അതിന്റെ പാട്ടുകളാണ് ശരിക്കും, കാരണം അതിന്റെ മ്യൂസിക് നൗഷാദ് അദ്ദേഹം മ്യൂസിക് ചെയ്തു എന്നുള്ള പേരിൽ അതിലെ പാട്ടുകളൊക്കെ ഭയങ്കരമായിട്ടുള്ള പാട്ട്. ജയറാമനൊക്കെ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇവർക്ക് എല്ലാവർക്കും ഒരു ഭാഗ്യമാണ്, കാരണം തുടക്കകാലത്ത് ഈ നല്ല പാട്ടുകളുള്ള ഒരു സിനിമ കിട്ടി. പിന്നെ പ്രേം നസീറിന്റെ കൂടെ അഭിനയിക്കാൻ പറ്റി എന്നൊക്കെ പറയണതൊക്കെ ജയറാമിന്റെയും ഇവരുടെയൊക്കെ ഒരു ഭാഗ്യം തന്നെയായിരുന്നു. എന്തായാലും ഞാൻ ഈ സിനിമ കുറേ മുമ്പ് കണ്ടിട്ടാണ്. അതിൽ ജയറാം ഒരു IAS കിട്ടി നിൽക്കുന്ന ഒരാളോ കറക്റ്റ് ഇപ്പോഴും എൻ്റെ കഥ ഓർമ്മയില്ല. എന്നാലും നല്ല പാട്ടുകളുണ്ട്. പാട്ടുകൾ മാത്രം പലപ്പോഴായിട്ട് ഞാൻ റിപ്പീറ്റ് ആയിട്ട് കേൾക്കാറുണ്ട്. എന്തായാലും ആ തുടക്കകാലത്ത് ഈ കിട്ടിയ ജയറാമിന് കിട്ടിയ സുരേഷ് ഗോപിക്ക് കിട്ടിയ ജയറാമിനും കിട്ടിയ നല്ലൊരു സിനിമ തന്നെയായിരുന്നു ധ്വനി. അടുത്തത് IV ശശിയുടെ സിനിമ. സുരേഷ് ഗോപിയുടെ ഒരു വില്ലൻ വേഷമാണ് അനുരാഗി. ഈ സിനിമയെ കുറിച്ച് നമ്മൾ ഒരിക്കൽ മോഹൻലാലിന്റെ സിനിമകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. എന്തായാലും ഈ സിനിമ ഷെറീഫ് എന്ന് പറഞ്ഞ റൈറ്ററാണ്. അതിൽ മോഹൻലാലും ഉർവശിയും ആണ്, രമ്യ കൃഷ്ണൻ. പിന്നെ ഒരു വില്ലൻ ക്യാരക്ടറാണ് സുരേഷ് ഗോപി ചെയ്തിട്ടുള്ളത്. ആ സമയത്ത് സുരേഷ് ഗോപി ഇതിലെ മോഹൻലാലിന്റെ കുറച്ച് സിനിമകളൊക്കെ നമുക്കറിയാം. 20ാം നൂറ്റാണ്ടുണ്ട്, പിന്നെ എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല, കുറെ സിനിമകളുണ്ടല്ലോ ഒരു വില്ലൻ വേഷം. മമ്മൂട്ടിയുടെ സായം സന്ധ്യയിലുണ്ട്. അത്തരത്തിൽ പറയാവുന്ന വഴിയോര കാഴ്ചകൾ, അതുപോലത്തെ ഒരു വില്ലൻ ക്യാരക്ടറാണ് സുരേഷ് ഗോപി ഇതിൽ ചെയ്തിരിക്കുന്നത്. ആ സിനിമ നിങ്ങൾ പലവരും കണ്ടിട്ടുണ്ടാവും. ഒരു പ്രധാനപ്പെട്ട ഒരു കഥയിൽ ഒരു ടേണിംഗ് പോയിന്റ് വരുത്തുന്ന ഒരു വില്ലൻ ക്യാരക്ടർ തന്നെയാണ് സുരേഷ് ഗോപിയുടെ അനുരാഗി. എന്തായാലും IV ശശിയുടെ ഒരു നല്ലൊരു സിനിമ. പിന്നെ അന്ന് ആ ഒരു സിനിമ ഒരു അതിന്റെ സബ്ജക്റ്റ് ഒക്കെ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഹിറ്റിലേക്ക് പോയില്ല. അങ്ങനെ ഫാമിലി കുട്ടികളൊന്നും അങ്ങനെ കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന ഒരു സിനിമയല്ല. അത്തരത്തിലായിരുന്നു അതിന്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ. എന്തായാലും നിങ്ങൾ പലവരും ആ സിനിമ എന്തായാലും കണ്ടിട്ടുണ്ടാവും. പിന്നെ അടുത്ത സിനിമ ഒരു CBI ഡയറി കുറിപ്പ്. മമ്മൂട്ടിയുടെ കൂടെ ത്രൂ ഔട്ട് സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമ തന്നെയാണ്. സുരേഷ് ഗോപിയുടെ ഹാരി. അത് പിന്നീട് ഈ ഹാരി എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു അതിന്റെ ട്രോളുകളാണ്. പിന്നെ ഏതൊരു റേഡിയോയിൽ ഇതുപോലെ തന്നെ ഹാരി എന്ന് പറഞ്ഞിട്ട് അവരുടെ ക്യാരക്ടേഴ്സ് കാണിക്കുന്ന റേഡിയോ മാംഗോയിലാണ് തോന്നുന്നത്. സ്ഥിരം കുറച്ചു കാലം മുമ്പൊക്കെ സ്ഥിരം കേട്ടിരുന്നു, ഇപ്പൊ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഹാരി എന്ന് പറഞ്ഞ ക്യാരക്ടർ സുരേഷ് ഗോപി തന്നെ. സുരേഷ് ഗോപിയുടെ വളരെ ഒരു പാവത്താനായിട്ടുള്ള മമ്മൂട്ടിയുടെ ഒപ്പം നടക്കുന്ന ഒരു കഥാപാത്രം. പിന്നീട് ജാഗ്രതയിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപി സ്റ്റാറായി. അതുകൊണ്ട് സേതുരാമയ്യർ CBIക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ മുകേഷും ജഗദീഷ് ശ്രീകുമാറൊക്കെ ആയിരുന്നല്ലോ. എന്തായാലും നല്ല ഒരു സിനിമ, സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമ തന്നെ. അടുത്തത് PG വിശ്വംഭരൻ ഡയറക്ടർ സിനിമയാണ് കലു ഡെന്നിസ് എഴുതിയിട്ടുള്ള സിനിമ, ഒരു വിവാദ വിഷയം. ഞാൻ ആ സിനിമ ശരിക്കും കണ്ടിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല എന്റെ കഥ. പക്ഷെ ഞാൻ ഈ അടുത്ത് കലു ഡെന്നിസ് എഴുതിയത് ഞാൻ വായിച്ചു. ജനുവരി ഒരു ഓർമ്മ സിനിമയിൽ സുരേഷ് ഗോപി വില്ലനാണ്, കലു ഡെന്നിസ് ആണ് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള, ജോഷി ഡയറക്ട് ചെയ്തിട്ടുള്ള മോഹൻലാൽ നായകന സിനിമ. അപ്പൊ അതിന്റെ സമയത്തൊക്കെ സുരേഷ് ഗോപി പറയും എനിക്ക് ശോഭനയുടെ ഒക്കെ നായകനായിട്ടൊക്കെ അഭിനയിക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ സുരേഷ് ഗോപിനെ നായകനാക്കി, ശോഭനയുടെ നായകനാക്കി സിനിമ ചെയ്താണ് വിവാദ വിഷയം. അത് അന്ന് ചെറിയൊരു ബഡ്ജറ്റിൽ ചെയ്ത് സാമാന്യം തരക്കേടില്ലാതെ ലാഭം കിട്ടിയ ഒരു സിനിമയായിരുന്നു അന്നത്. പക്ഷെ നമ്മളൊന്നും റിപ്പീറ്റ് ആയിട്ടൊന്ന് കാണുന്ന സിനിമയല്ല, ബ്ലോക്ക് ബസ്റ്റർ ഒന്നുമല്ല. പക്ഷെ അന്ന് ചെറിയ ബഡ്ജറ്റിൽ ചെയ്തതുകൊണ്ട് പിന്നെ ദേവനുണ്ട്, ലിസി ഉണ്ട്, അന്നങ്ങനെ വലിയ സൂപ്പർ താരങ്ങളല്ല ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സിനിമ ലാഭമായി പോയി എന്നുള്ളതാണ് എനിക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും അതിന്റെ കഥയും മറ്റു കാര്യങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരണം. പിന്നെ അടുത്ത സിനിമ നമ്മുടെ സംവിധായകൻ വിനയൻ. അദ്ദേഹം സംവിധായകനാവണമെന്നതിനൊക്കെ മുമ്പ് അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള സിനിമയാണ് ആലിലക്കുരുവികൾ. ഈ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതിനെക്കുറിച്ച് വിനയന്റെ ഒരു ഇന്റർവ്യൂവിൽ വിനയൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതെനിക്ക് ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് എനിക്ക് ഒരു ഹിറ്റ് ഒന്നും അല്ലാന്ന് തോന്നുന്നു. ഇതിൽ സുരേഷ് ഗോപിയും ശോഭനയും പിന്നെ വിനോദ് എന്ന നടൻ. ഞാൻ നോക്കിയപ്പോൾ അതിലൊരു പോസ്റ്റർ ഉണ്ട്, എനിക്ക് ആരാന്നത് മനസ്സിലായിട്ടില്ല. ഒരു ആക്ഷൻ മോഡുള്ള സിനിമയാണെന്നൊക്കെ തോന്നുന്നു. എന്തായാലും ഈ ഒരു സിനിമ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. എന്തായാലും സുരേഷ് ഗോപി ഒരു സിനിമയുടെ ഭാഗമായെന്നല്ലാതെ വലിയൊരു ഗുണം കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇത്രയും സിനിമകളാണ് സുരേഷ് ഗോപിയുടെ മലയാളം ആ വർഷം ഇറങ്ങിയത്. ഇനി അന്യഭാഷ സിനിമകളുണ്ട്, അത് ഏതൊക്കെയാന്നുള്ളത് കൂടി നമുക്ക് നോക്കാം. സുരേഷ് ഗോപി വേറെ 3 ഭാഷകൾ കൂടി അഭിനയിച്ചിട്ടുണ്ട് ഓരോ സിനിമകൾ വെച്ച, തെലുങ്കും ഹിന്ദിയും കന്നഡയും. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ന്യൂഡൽഹിയുടെ റീമേക്കുകളാണ്. അതിലൊന്ന് തെലുങ്ക് അന്തിമ തീർപ്പ്. ഇതിൽ കൃഷ്ണൻ രാജുവാണ് അതിൽ മമ്മൂട്ടി വേഷം ചെയ്ത്. സുരേഷ് ഗോപി ഏത് വേഷമാണോ ചെയ്ത് അതേ വേഷം തന്നെയാണ് അവിടെ പോയിട്ട്. അത് സുരേഷ് ഗോപി മാത്രമല്ല, അതില് സുരേഷ് ഗോപിയും ത്യാഗരാജനും സുമലതയും ഉർവശി, സിദ്ദിഖ്, വിജയരാഘവൻ, മോഹൻ ജോസ് ഇവരെല്ലാരും ആ ഭാഷയിലും തെലുങ്കിലും അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പിന്നെ ഹിന്ദിയിലും ജോഷി തന്നെയാണ് ഡയറക്ട് ചെയ്തത്, തെലുങ്കും ജോഷി തന്നെയാണ്. ഹിന്ദിയിൽ ജിതേന്ദ്രയാണ് ആ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അതിലും ഈ പറഞ്ഞ സുരേഷ് ഗോപി, ഉർവശി ഇവരൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അതില് മെയിൻ നായകൻ ഒഴിച്ച് ബാക്കി എല്ലാവരെയും അവര് സെയിം ആൾക്കാരെ തന്നെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ കന്നഡയിൽ അംബരീഷാണ് അഭിനയിച്ചിരിക്കുന്നത്. അതിലും സുരേഷ് ഗോപി അഭിനയിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഈ 3 സിനിമകളും, ഈ ന്യൂഡൽഹിയുടെ 3 റീമേക്കിലും സുരേഷ് ഗോപിക്ക് അഭിനയിക്കാനുള്ള ഒരു, സുരേഷ് ഗോപി മാത്രമല്ല എല്ലാവർക്കും കിട്ടി, പക്ഷെ സുരേഷ് ഗോപിക്കും അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടി. പിന്നെ അപ്പോഴേക്കും സുരേഷ് ഗോപി ഇവിടെ മലയാളത്തിൽ തിരക്കേറിയ ഒരു നായകനായിട്ടും സഹനാര നടനായിട്ടൊക്കെ കയറി വരുന്നോണ്ടായിരിക്കും അവിടെ പിന്നെ തുടർന്ന് ചിലപ്പോൾ അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും.
പക്ഷെ തുടർന്നും അവിടെ ചെയ്തില്ല. സുരേഷ് ഗോപി മലയാളം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയും സിനിമകളാണ് 1988 എന്നൊരു വർഷം സുരേഷ് ഗോപി ചെയ്തത്. ഇതിൽ എന്റെ ഫേവറേറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് പല സിനിമകളെയും കുറിച്ച്. എങ്കിലും മനുവങ്കിൾ ഭയങ്കര ഇഷ്ടമാണ്. മിന്നൽ പ്രതാപ്, പിന്നെ CB ഡയറിക്കുറിപ്പ്. ഇത് രണ്ടായിരിക്കും എനിക്ക് പെട്ടെന്ന് പറയുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ എന്തോ ഒരു സുരേഷ് ഗോപി ഇതിൽ ഒന്നും അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും ചെയ്തിട്ടുള്ള റോൾസ് ഒന്നുമല്ല. പക്ഷെ എന്തോ ആ സിനിമകളോടുള്ള ഇഷ്ടമായിരിക്കും, കഥാപാത്രങ്ങളോടുള്ള ഇഷ്ടമായിരിക്കാം. എനിക്ക് ഈ രണ്ട് സിനിമകളാണ് എന്റെ ഫേവറേറ്റ് സിനിമകൾ. നിങ്ങൾ എല്ലാവരുടെയും ഫേവറേറ്റ് സിനിമകൾ പറയുക, ഫേവറേറ്റ് സുരേഷ് ഗോപി കഥാപാത്രം ഈ സിനിമകളുടെ പറയുക. അന്ന് ആരെങ്കിലും തിയേറ്ററിൽ പോയിട്ട് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒപ്പീനിയൻ കൂടി. പ്രത്യേകിച്ച് മനുവങ്കിൾ എന്ന് നിങ്ങൾ ആരെങ്കിലും തിയേറ്ററിൽ കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാനൊന്നും സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ളതല്ല, പിന്നീട് കാസ്റ്റ് എടുത്താണ് കണ്ടിട്ടുള്ളത്. മനുവങ്കിൾ തിയേറ്ററിൽ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്നത്തെ ആ ഒരു സിനിമയെ കുറിച്ചുള്ള ഒരു അഭിപ്രായം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒന്ന് പറയാം.